ലേണേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇന്ന് അടുത്ത പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സബ്സേ ബഡാ ഷോമാൻ. സബ്സേ ബഡാ എന്താ മക്കളെ? സബ്സേ ബഡാ എല്ലാറ്റിലും വലുത്. സബ്സേ സബ്സേ ബഡാ, സബ്സേ ദുഃഖ്, സബ്സേ എന്താ പറയുക, എല്ലാത്തിലും വലുത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാത്തിലും. സബ്സേ ബഡാ ഷോമാൻ, ദ ബെസ്റ്റ്, ഏറ്റവും വലുത്, അതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു വാചകമുണ്ട്. അത് എവിടെയും ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അതൊന്ന് വായിച്ചു തരാം. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. മക്കളെ, ആ സെൻറ്റൻസിന് എടുക്കുക. മുझे बारिश में, അടുത്ത വശത്തുള്ള ചെറിയ വാചകം ചെറിയൊരു ഫോണ്ടിൽ എഴുതിയിട്ടുണ്ട്. മുझे बारिश में चलना पसंद है, എനിക്ക് മഴയിൽ കൂടി നടക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് തണുപ്പ് കിട്ടാനോ ഞാൻ വീട്ടിൽ പോയി ബുദ്ധിമുട്ടിക്കാനോ അല്ല. മേരെ ആൻസു ജോ നഹി ദേഖ് പാത്താ ഹെ, എൻ്റെ കണ്ണുനീര് ആരും കാണുക. അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മഴയിൽ നനയാൻ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ കണ്ണുനീര് ആരും കാണരുത് എന്ന് വെച്ചാൽ. ദാറ്റ് മീൻസ് ചാർലി ചാപ്ലിൻ്റെ കഥയാണ് ഇവിടെ. അതായത് വാട്ട് ഈസ് ഹിസ് റിയൽ നെയിം? ചാൾസ് സ്പെൻസർ ചാപ്ലിൻ. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ തൻ്റെ ദുഃഖകഥ, തൻ്റെ ജീവിത അനുഭവമാണ് ഇവിടെ പറയുന്നത്. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ്റെ ജീവചരിത്രമാണ് ഇവിടെ ഗീത് ചതുർവേദി ലേഖകൻ എഴുതുന്നത്. അപ്പോൾ ഇതൊരു ജീവനിയാണ്. എന്താണ്? സബ്സേ ബഡാ ഷോമാൻ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഗീത് ചതുർവേദി. ആരുടെ ജീവനിയാണ്? ചാപ്ലിൻ. ചാപ്ലിൻ കാ ഫുൾ നെയിം ക്യാ ഹെ? ചാൾസ് സ്പെൻസർ ചാപ്ലിൻ. വിശ്വകലാകാരന്മാരിൽ ഏറ്റവും വലുതായി, എൻ്റെ ഒരു നല്ലൊരു എൻ്റർടൈനറായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? ചാപ്ലിനെ കാണുന്നത്, അല്ലേ? ചാപ്ലിൻ്റെ നമ്മൾ കുറേ ഫിലിമുണ്ട്. ചാപ്ലിൻ്റെ ഒരുപാട് ഫിലിംസ് ഉണ്ട്. ആ ഫിലിംസ് മുഴുവൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിലിംസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, അല്ലേ? നമ്മൾ ചിരിച്ച് എന്താണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത്. ചാപ്ലിൻ്റെ പടം കാണുന്നത് നല്ലൊരു ഐഡിയക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് നമ്മളത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പാഠത്തിലേക്ക്, അത് ആദ്യത്തെ വരി ഞാൻ പറയുന്നത്, ഇറ്റ് വാസ് എ ക്യാപ്ഷൻ ദാറ്റ് ഹാസ് ബീൻ റിലേറ്റഡ് ടു ചാപ്ലിൻ. ചാപ്ലിൻ്റെ ലൈഫിനെ കംപ്ലീറ്റ് വിവരിക്കുന്ന ഒരു ചെറിയ സെൻറ്റൻസാണിത്. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. എന്തിന്? എൻ്റെ കണ്ണുനീരാണ്. മഴയത്താകുമ്പോൾ നമ്മളെ മുഖത്തൂടി വെള്ളം ഒഴുകും. അപ്പം ഞാൻ കരയുന്നുണ്ടോയെന്നും ആരും അല്ല. ഐ വോണ്ട് ടു ഹൈഡ് മൈസെൽഫ്. എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ വേദനകൾ മറ്റുള്ളവരെ അറിയാൻ മറ്റുള്ളവർ അറിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വളരെ കുറച്ച് വ്യക്തികളെ അങ്ങനെ ഉണ്ടാവുള്ളൂ, അല്ലേ? ഓക്കെ, നൗ കം ടു ദ ലെസൺ. ചാപ്ലിൻ, അതായത് ഹി വാസ് എ ഗ്രേറ്റ് ഡിറ്റക്ടർ പോലെ ഇയാൾ ഹി വാസ് എ മോഡേൺ ടൈംസ് എന്നുള്ള പുസ്തകം, പിന്നെ ദ കിഡ്, ഇതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ടൊരു എഴുതിയിട്ടുണ്ട്. പിന്നെ ദ കിഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനം എഴുതിയില്ലേ. ദ സർക്കസ്, ഇതൊക്കെയാണ് നമ്മൾ കുറേ കണ്ടത്. സർക്കസ്, ഇറ്റ് വാസ് വെരി ഫൈൻ. സർക്കസ് ഒന്നും കൂടെ പറയാം. മോഡേൺ ടൈം, മക്കളതൊക്കെ കാണണം. നമ്മൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് നിങ്ങൾ തീരെ കാണുന്നുണ്ടാവാം, പക്ഷേ ഇതൊക്കെ കാണേണ്ടത്. മോഡേൺ ടൈംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, ദ കിഡ്, അല്ലേ? പിന്നെ എന്താണ് ലൈറ്റ്സ്, സ്ട്രീറ്റ് ലൈറ്റ്സോ അങ്ങനെ എന്താ ലൈറ്റ്സ്, പിന്നെ ദ സർക്കസ്, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതുന്നത് ഗീത് ചതുർവേദി. ജനനം 1889 ആര് ജനിക്കുന്നത്? ഏപ്രിലാണ്. ആര് ജനിക്കുന്നത്? ചാർലി ചാപ്ലിൻ ജനിക്കുന്നത്. 1977 ഡിസംബർ 4 അങ്ങനെ മരിക്കുന്നത്. 88 വയസ്സ് വരെ ചാർലി ചാപ്ലിൻ നമ്മളെയൊക്കെ ചിരിപ്പിച്ചു കൊണ്ട് ജീവിച്ചിരുന്നു. ഓക്കെ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ജീവനിയാണ്. ഏത് പ്രോക്തിയിൽപ്പെടുന്നു, ഏത് സാഹിത്യ വിധയിൽപ്പെടുന്നു വെച്ചാൽ ജീവനി. സാഹിത്യവിധ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ പ്രോക്തിയും ചോദിക്കും. പ്രോക്തി ഏതാണ്? ജീവനി. ഓക്കെ, ഇതാണ്. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. മക്കളെ, ഈ പാഠം വളരെ എൻജോയ് ചെയ്ത് നമ്മൾ കാണണം. ദറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അത് നമ്മൾ ഡ്രമറ്റൈസേഷൻ, വിഷ്വലൈസേഷൻ ചെയ്ത് കണ്ടതാണ്. ഗാത്തെ ഗാത്തെ അച്ചാനക് മാ കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ഒരു സീനാണ് പറയുന്നത്. അയാളുടെ ജീവചരിത്രത്തിലെ ഒരു ഭാഗമാണിത് പറയുന്നത്. ഗാത്തെ ഗാത്തെ, അതിനെന്ത് മനസ്സിലാക്കാം? ചാപ്ലിൻ്റെ അമ്മ ഗായികയായിരുന്നു. അഭിനേത്രിയായിരുന്നു അമ്മയുടെ പേരെന്താണ്? ഹേന ഹിൽ. അതും കൂടെ പഠിക്കണം. ഹേന ഹിൽ എന്നായിരുന്നു ചാപ്ലിൻ്റെ അമ്മയുടെ പേര്. അവരെന്തായിരുന്നു? ഗായികയായിരുന്നു, അഭിനേത്രിയായിരുന്നു.
ഗാത്തേ ഗാത്തേ, എപ്പോഴും അവർ സ്റ്റേജ് ഷോ നടത്തിക്കൊണ്ടിരുന്നു. മാ കി ആവാസ്, അമ്മയുടെ ശബ്ദം ഫട്ട് കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. അല്ലേ, നമ്മൾ ഈ പാടുന്ന ആൾക്കാരെ പറ്റി ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പേരെ അറിയാം അല്ലേ. യേശുദാസ് മുതൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് നമ്മളുടെ ആര്യാനന്ദ വരെ നമുക്കറിയാം അല്ലേ. ഇപ്പം നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വന്തം ഗായികയായ സിതാര കൃഷ്ണകുമാറിനെ നമുക്കറിയാം അല്ലേ. പിന്നെ സെൻറ്റ് പോൾസിൽ നിന്ന് 2-3 പ്രോഡക്ട്സിനെ നമുക്കറിയാം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള പലരെയും നമുക്കറിയാം അല്ലേ. ഇവർക്കൊക്കെ കലാകാരന്മാരാണ് അല്ലേ. ഇവർക്ക് പാട്ട് പാടുന്നവരാണ്. ഈ പാട്ട് പാടുന്നവർ ഒരുപാട് വലിയ വിവരമൊന്നും നമുക്കില്ല, എന്നാലും അവർ ഒരുപാട് കാര്യം ശ്രദ്ധിച്ച് നീങ്ങണം. അവരുടെ വോയിസ്, ത്രോട്ട് ഒക്കെ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട് അല്ലേ. ഗാത്തേ ഗാത്തേ അച്ചാനക് മാ കി ആവാസ്, അമ്മയുടെ സ്വരം. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ചിത്ര, സുജാത, ഇവരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളൂ. ലതാ മങ്കേഷ്കർ, അവരൊക്കെ അല്ലേ. ഇപ്പോൾ ശ്രേയാ ഘോഷാലൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ്. ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടാണ് ഈ അളകനന്ദ എല്ലാം പാടി. ഷി സിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ വോയിസ് അല്ലേ. ഒരു മലയാളിയായ ഒരു സൗത്ത് ഇന്ത്യൻ ആയ ഒരു കുട്ടിക്ക്, കോഴിക്കോടുള്ളൊരു കുട്ടിക്ക് ഈ ലിറ്റിൽ ചാംസ് ഹിന്ദി നടത്തിയ ZTVയിലെ ലിറ്റിൽ ചാംസിന് കിട്ടുന്ന ഇറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ് അല്ലേ. അപ്പോൾ ഗാത്തേ ഗാത്തേ അച്ചാനക് മാക്ക്, അതൊരു ബ്ലെസ്സിങ് ആണ് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ. അതൊരു ബ്ലെസ്സിങ് ബൈ ഗോഡ്. ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ളതാണ്. ബാക്കി ഒരു ഇതുപോലെയല്ല. വരയ്ക്കുന്നതും അതുപോലെ പാട്ട് പാടുന്നതും. ഡാൻസൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് നിർത്തേണ്ടി വരും. പാട്ട് നമുക്ക് നമ്മൾ അടുത്ത തലമുറയെ പാടി സുഖിപ്പിക്കാം, അവരെയും കേൾപ്പിക്കാം. നമുക്ക് ഏത് ഏജിലും ചെയ്യാൻ പറ്റും. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഗാത്തേ ഗാത്തേ അച്ചാനക് മാ കി ആവാസ്, അമ്മയുടെ സ്വരം, ആവാസ് സ്വരം. മാ കി ആവാസ്, ആവാസ് സ്ത്രീലിംഗമാണ്. മാ കി ആവാസ് ഫട്ട് കർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു യേശുദാസ് എന്നുള്ള വ്യക്തി ആയതുകൊണ്ട് ഗാ എന്നുള്ള ഗാന പാട്ട് എന്നുള്ളത് എന്താണ്, പുല്ലിംഗമാണെങ്കിലും യേശുദാസിൻ്റെ സ്വരം സ്ത്രീലിംഗം. യേശുദാസ് കി ആവാസ് എന്നേ പറയും. കാണിൽ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോഗി, അമ്മയുടെ സ്വരം പെട്ടെന്ന് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ, നേരിയ ശബ്ദമായി മാറി. കാരണം നമുക്കൊരു ഒറിജിനൽ, ഇപ്പം ഞാനൊക്കെ കുഞ്ഞു മുതലേ കണ്ടു വളരുന്നൊരു കൊച്ചാണ് സിതാര കൃഷ്ണകുമാർ അല്ലേ. അത് പടിപടിയായി ഉയർന്ന് ഇപ്പം നല്ലൊരു സെലിബ്രിറ്റി, നല്ലൊരു ഗായിക, എല്ലാ വിധത്തിലും ഏത് ജോണറിലും പാടാൻ പറ്റാവുന്ന ഒരു ഗായികയായി മാറിയിട്ടുണ്ട്. നമുക്ക് വളരെ അഭിമാനം തോന്നും അല്ലേ. നമ്മുടെ നാട്ടിലൊരു കുട്ടി, നമ്മൾ അറിയുന്നൊരു കുട്ടി വളരുമ്പോൾ നമുക്ക് വളരെ അഭിമാനം തോന്നും. അപ്പോൾ ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ, അന്ന് നേരിയ ശബ്ദം, പെട്ടെന്ന് തൊണ്ടയിൽ എന്താ പറയുക വെള്ളി വീഴുക, അങ്ങനെ വോയിസിന് കണ്ടിന്യൂഷൻ കിട്ടാതിരിക്കുക. തബ്ദീൽ ഹോ ഗയ. ഫുസ്ഫുസാഹട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നേരിയ ശബ്ദം. നമ്മൾ വർത്താനം പറഞ്ഞു പെട്ടെന്ന് തൊണ്ടയ്ക്ക് ആരോ പിടിച്ച പോലെ തോന്നാം. ഓക്കെ. തബ്ദീൽ ഹോന, പരിവർത്തൻ ഹോന. പാടി. കാരണം ഇത്രയും പ്രിക്കോഷൻ എടുക്കാനില്ല. ഐസ്ക്രീം എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം നമുക്ക്, വലിയ വിവരമില്ല. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതൊന്നും ശ്രദ്ധിക്കാതെ ജന്മനാ ദൈവം കൊടുത്ത ടാലൻറ്റഡ് ആയിട്ടുള്ളവർ എന്ത് കഴിച്ചാലും വോയിസ് ഒന്നും പോകത്തില്ല. പക്ഷേ എന്നാലും ശ്രദ്ധിക്കും. നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണത്. അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ പലതും അവോയ്ഡ് ചെയ്യും, വേണ്ട എന്ന് വെക്കും. അച്ചാനക് മാ കി ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ. ഫട്ടിന പതറിപ്പോവുക, സ്വരം അങ്ങോട്ട് പതറിപ്പോയി നേരിയ ശബ്ദമായി മാറി. ഫുസ്ഫുസാഹട്ട് അടഞ്ഞ സ്വരമാവുക, പുറത്തോട്ട് പാട്ട് വരാതിരിക്കുക. തബ്ദീൽ ഹോന, പരിവർത്തൻ ഹോന. തബ്ദീൽ ഹോന എന്നത് മക്കളെ പരിവർത്തൻ ഹോന, അത് ഫ്രേസാണ്. തബ്ദീൽ ഹോന, പരിവർത്തൻ ഹോന, ടു ചേഞ്ച്, മാറ്റപ്പെട്ടു. ലോഗോं को लगा कि മൈക്ക് മേ കുച്ച് ഖരാബി ആകെ. ഇവളിങ്ങനെ പാടുകയാണ്, സ്റ്റേജ് ഷോ, ഭയങ്കര സിംഗറാണ്. അപ്പോൾ ഇവൾ പാടുമ്പോൾ ഇവൾ സ്വരം പെട്ടെന്ന് അങ്ങനെ ആകെ മോശമായി, പതറിപ്പോയോ, എന്താ പറയുക, വല്ലാത്തൊരു ഒച്ച വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചു, ലോകോങ്കോലൊക്കെ ആൾക്കാർ വിചാരിച്ചു മൈക്ക് മേ കുച്ച് ഖരാബി, എന്തോ മൈക്ക് എന്തോ ഖരാബിയാന ചീത്തയായിപ്പോയോ എന്ന്. പർ ഫുസ്ഫുസാഹട്ട് സാരി ഹിത്തി. അപ്പോഴും ഈ സ്വരം പതറിപ്പോയി, ചെതറിയ സ്വരമായി മാറി. ഫുസ്ഫുസാഹട്ട് ശബ്ദം നേർമനായിപ്പോയി. ഒറിജിനൽ വോയിസ് പിന്നെ അങ്ങോട്ട് വോയിസ് നമുക്ക് ചിലർ പറയില്ലേ സി സ്കെയിൽ, എങ്ങനെയോ കുറേ സ്കെയിലുകളൊക്കെ ഉണ്ട് ആ പാട്ടിലും. ആ സ്കെയിൽ അനുസരിച്ചിട്ട് പൊങ്ങാണ്ടാവുമ്പോൾ നമ്മൾ സ്ട്രെയിൻ എടുത്ത് പാടും അല്ല. നമ്മൾ ചിലരെ പെട്ട എന്തോ ഈസായിട്ടാണ് പാടുന്നത് അല്ലേ. ചില പാട്ടുകൾ ചിലപ്പോൾ അയാളുടെ വോയിസിന് പറ്റിയ പാട്ടാന്ന് പറയും അല്ലേ. ചിലർ അവനവന് പറ്റാത്ത വോയിസ് ആണെങ്കിലും കൂടി അതിന് ഭംഗിയായി പാടും. അതാണ് ക്ലെവർനെസ്. അതായത് ആ പാട്ട് തൻ്റെ പാട്ടല്ല എങ്കിലും അതിനെ തൻ്റെതാക്കി മാറ്റാനുള്ള കഴിവ് ചിലർക്കുണ്ടാവും.
അല്ലേ? അപ്പോൾ ഫുസ്ഫുസാഹട്ട് ജാരി ഹി തി, എന്നാലും ഈ നേരിയ ശബ്ദം കണ്ടിന്യൂ ചെയ്തു വന്നു. ലോക് ചില്ലാനെ ലഗെ, നമ്മുടെ മക്കളെ വിചാരിക്കും ഒരു സ്റ്റേജ് ഷോയിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ റാണി, ഞങ്ങളുടെ നാട്ടിലാണ് റാണി ഇങ്ങനെ പാടുകയാണ്. റാണി പാടുമ്പോൾ നമുക്ക് റാണിയെ പറ്റി ഒരു ഇതുണ്ടോ, പെട്ടെന്ന് എന്തെങ്കിലും ആയാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അല്ലേ? ഇതൊരു ഹോൾ ക്രൗഡ്, അവരെ സ്പോൺസേർഡ് അല്ല, പെയ്ഡ് പ്രോഗ്രാമാണ്. ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കാണാൻ വന്ന ആൾക്കാരാണ്, മനസ്സിലാക്കണം. അങ്ങനെ ഒരു ക്രൗഡിൻ്റെ മുന്നിൽ സ്വരം പാളിപ്പോയ എന്താവും? ലോക് ചില്ലാനയിലേക്ക് ആൾക്കാർ ബഹളം വയ്ക്കും. നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഗാനമേള? അപ്പോൾ അതൊന്നും ഈ കൊറോണ കാരണം അതൊന്നും ഇല്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ അമ്മ അങ്ങനെ വനിത അവരുടെയൊക്കെ ഷോ പ്രോഗ്രാം ഉണ്ട്. ആ ഷോയിൽ ഓരോന്നും അത്രയും പെർഫെക്ഷനിലാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും പാളിയാൽ നിങ്ങൾ കൂവി തോപ്പിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കൈയടിക്കും ഇഷ്ടപ്പെട്ടാൽ അല്ലേ? അപ്പോൾ അങ്ങനെ പാടുന്ന ഒരു സദസ്സാണെന്ന് വിചാരിക്കുക. അതിൽ ചാപ്ലിൻ്റെ അമ്മ ആരാണ്? ഹേന ഹിൽ നിന്ന് പാടുകയാണ്. നല്ലൊരു സിംഗറാണെന്നുള്ള വെച്ചാൽ അവരെ ഒരു പ്രോഗ്രാമിന് വിളിച്ചതാണ്. അവർ പാടിക്കൊണ്ട് പെട്ടെന്ന് വോയിസ് ഡള്ളായിപ്പോയി, വീക്കായിപ്പോയി. അപ്പോൾ ലോക് എന്ത് ചെയ്തു? ചില്ലാനെ ലഗേ, ലോക് ചില്ലാനെ ലഗേ. ടേക്ക് ദാറ്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം മക്കളെ. ഈ ലഗ് സഹായക്രിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ. ആളുകൾ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളാണോ ആളുകൾ? അല്ല, ഒന്നിലധികം. ലോക് ചില്ലാനെ ലഗെ, ആൾക്കാർ ബഹളം വെക്കാൻ തുടങ്ങി. അത് ഞാൻ ലാസ്റ്റിൽ പഠിപ്പിക്കുമ്പോൾ ആ വാക്കും കൂടെ എത്തിച്ച് ഞാൻ പഠിപ്പിക്കാം. ഓക്കെ? ലഗെ കഹി സേ കുച്ച് മ്യാവു മ്യാവു കി ആവാസ് നിക്കാൽനെ ലഗെ. സാധാരണ അല്ലേ ദേഷ്യം വന്നാൽ എന്താ ചെയ്യാം? പലതര അപശബ്ദങ്ങൾ മ്യാവ് മ്യാവ് എന്നൊക്കെ തമാശയാക്കിക്കൊണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്താടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും അല്ലേ? നമ്മളെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. എന്താ പാടാനറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ അങ്ങനെയൊക്കെ പറയും അല്ലേ? ഇവിടെ ഇരിക്കുന്ന അവന് പാട്ട് പോയിട്ട് അതിൻ്റെ പാട്ടിൻ്റെ സ്വരം പോലും ഒന്നും അറിയാത്തവനാണ് മറ്റവന്. നമ്മൾ പാട്ട് ആസ്വദിക്കുന്നവർ പോലും പാട്ടിനെ പറ്റി പറയില്ല. പാട്ടിനെ പറ്റി അന്തവും കുന്തവും ഒന്നുമില്ലാത്തവനാണ് ചിലപ്പം പാട്ടിനെ അങ്ങേയറ്റം വിമർശിക്കുക. അപ്പോൾ കഹീസെ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ്. എന്താണ് മ്യാവു മ്യാവ് വെച്ചാൽ? പൂച്ച കരയണ പോലെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. കളിയാക്കിയിട്ടാണോ? നല്ല പാട്ടായതുകൊണ്ടാണോ? അല്ല, കളിയാക്കിയിട്ട്. ആവാസ് നിക്കാലിനിലേക്ക് ഭയങ്കര ബഹളം വെക്കില്ല. ഓഡിയൻസ് ആകെ വയലൻ്റായി. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. इस अभद्र शोर ने അശുഭകരമായ, അഭദ്ര മീൻസ് അശുഭകരമായ, ഈ അശുഭകരമായ ഷോർ ബഹളം, കോലാഹലം, അന്തരീക്ഷം എന്തും പറയാം. അഭദ്ര ഷോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അശുഭകരമായ ഷോർ എന്ന ബഹളമാണ് അല്ലേ? ഇവിടെ അഭദ്ര ഷോർ എന്ന് വെച്ചാൽ എന്താണ്? അശുഭകരമായ അന്തരീക്ഷം. മാക്കോ സ്റ്റേജ് സേ ഹട്ടനേക്കോ മജ്ബൂർ കർ ദിയ. അവർ ബഹളം വെക്കാൻ തുടങ്ങിയ ആൾക്കാർ. പാട്ട് നന്നല്ല, പാട്ട് കേൾക്കുമ്പോൾ എന്തേ ഒന്നും മനസ്സിലാവുന്നില്ല, പാട്ട് പാടാൻ പറ്റുന്നില്ല, പാടുമ്പോൾ സൗണ്ട് എന്തായി ചെതറിപ്പോയി. അപ്പോൾ ആൾക്കാർ ആദ്യം വിചാരിച്ചു മൈക്കിൻ്റെ ഡിഫക്റ്റാണ്, അല്ലാന്ന് മനസ്സിലായപ്പോൾ ആൾക്കാർ മ്യാവ് മ്യാവ് എന്നിട്ട് അവിടെ ബഹളം വെക്കാൻ തുടങ്ങി. ഇത്രയും ഒരു സിറ്റുവേഷൻ ആയപ്പോൾ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. നമ്മൾ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പല ഉത്സവ പറമ്പുകളിലും ചില കുഞ്ഞു കുഞ്ഞു ഗായകന്മാരൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ കൂക്കി തോപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു അവസരം. ഓക്കെ, നൗ ആ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കുന്നു. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज़ निकालने लगे. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. അപ്പോൾ ഈ ഇതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ ഒന്നാമത്തത് माँ की आवाज़. माँ कौन थी? माँ का नाम क्या है? हेना हिल. माँ क्या क्या थी? वह गायिका और अभिनेत्री थी. और वह गाते गाते वह किस प्रकार अपने जीवन चलाती थी और अपनी आजीविका चलाती थी. എങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്? ഗാത്തെ ഗാത്തെ. ഓരോ സ്റ്റേജ് ഷോയിലും പങ്കെടുത്തുകൊണ്ടാണ് അവരെന്ത് ഹേന ഹിൽ കാശുണ്ടാക്കി. അതായത് ചാർലി ചാപ്ലിൻ്റെ അമ്മ. മനസ്സിലായോ? എന്നിട്ട് ലോകോക്കോ പിന്നെ ലോക് ചില്ലാനെ ലഗെ. ക്യോ? മാനെ ഖൂബ് കോശിഷ് കി. അമ്മ എന്ത് ഒരുപാട് പരിശ്രമിച്ചു നന്നായി പാടാൻ. പറ്റിയോ? ഇല്ല. അപ്പോൾ ആൾക്കാരെന്താത് ലോക് ചില്ലാനെ കി. മാँ के आवाज़ में माँ की आवाज़ फटकर फुसफुसाहट में बदल गई और माँ खूब कोशिश की नहीं होने से क्या हुआ? लोग चिल्लाने लगे.
ഇനി അഭദ്രശോർ, അഭദ്രശോർ എന്ന് പറഞ്ഞാൽ അശുഭകരമായ അന്തരീക്ഷം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, माँ को स्टेज से हटने से मजबूर कर दिया. इस अभद्र शोर ने माँ को स्टेज से हटने से मजबूर कर दिया. उस समय माँ की हालत कैसी हुई होगी? അതാണ് ചോദ്യം ടെക്സ്റ്റിൽ. ഒന്നും കൂടി, ഇസ് അഭദ്ര ഷോറിനെ മാക്കോ സ്റ്റേജ് സെ ഹട്ടിനെ കോ മസ്ബൂർ കർ ദിയ. ഈ അശുഭകരമായ അന്തരീക്ഷം, ആൾക്കാർ ബഹളം, കസേര എടുക്കുന്നു, എറിയുന്നു, സ്റ്റേജിലേക്ക് തക്കാളി എറിയുന്നു. പണ്ടത്തെ സിനിമയിലൊക്കെ അങ്ങനെ. ഇപ്പോൾ തക്കാളി ഒന്നും ആരും എറിയത്തില്ല. ഇപ്പോൾ വായിൽ വരുന്ന വിളിച്ചു പറയുള്ളൂ ഇല്ലേ. അശുഭകരമായ അന്തരീക്ഷം അമ്മയെ സ്റ്റേജിൽ നിന്നും അകറ്റി നിർത്തി. ഉസ് സമയ ബാക്കി ഹാലത്ത് കൈസി ഹോഗി, അമ്മയുടെ സ്ഥിതി എന്താകുമായിരുന്നു അല്ലേ. അതിനെന്താ എഴുതും? गाते उसके गाते गाते गाने सुनकर लोग क्या करते थे? तालियां बजाते थे. लेकिन यहाँ वह गाने में क्या फुसफुसाहट, वह फुसफुसाहट में तब्दील हो गया, परिवर्तन हो गया. तो लोग चिल्लाने लगे. तो उसके मन में क्या बिताए होंगे? उसके मन में दुख और वेदना, क्योंकि वह गाते गाते वह अपनी आजीविका चलाती थी. उसमें रुकावट आने से उसके मन में क्या हो, उसकी हालत के वह दुख से और वेदना से पीड़ित हुई होगी. ഒരു പക്ഷെ അവർക്ക് ദുഃഖം തോന്നിയിട്ടുണ്ടാവാം, വേദന തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ഒരു പാട്ടുകാരി അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ഒന്ന് ഡള്ളായി പോയാൽ, വീക്കായി പോയാൽ, അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട, പിന്നെ അവർക്ക് ലൈഫില്ല അല്ല. അവർക്ക് അവരുടെ സ്റ്റാറ്റസ് കോ അവരുടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ബാക്കി ഒരു ഫീൽഡിലെയും പോലെ. ഇപ്പോൾ ഒരാൾ വരച്ചു, അയാൾ വരച്ച് നന്നായില്ലെങ്കിൽ അയാൾക്ക് ത്രൂ ഔട്ട് അത് എറിഞ്ഞു കളഞ്ഞ് വേറൊന്ന് വരക്കാം. പക്ഷെ പാടുന്ന ആൾ സ്റ്റേജിൽ പാടുമ്പോൾ ഞാൻ മാറ്റി പാടാമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഇസ് അഭദ്ര शोर ने माँ को स्टेज से हटने को मजबूर कर दिया और इस समय माँ की हालत कैसी होगी? उत्तर എന്താണ്? उसके गाने सुनकर लोग क्या करते हैं? तालियां बजाते थे. लेकिन इस बार क्या हुआ? लोग चिल्लाने लगे, क्योंकि उसकी आवाज़ में क्या हो गया? उसके आवाज़ फुसफुसाहट में तब्दील हो गया या परिवर्तन हो गया और लोग चिल्लाने लगे. उस समय माँ को क्या हुई होगी? वेदना और दुख से वह पीड़ित हुई होगी. ओके. चार्ली को अक्सर अपने साथ थिएटर ले जाती थी. ഇവർ പോകുമ്പോൾ എപ്പോഴും അമ്മ ചാർലിയെയും കൂടി കൊണ്ടുപോകും. തിയേറ്ററിൻ്റെ പേരെന്താണ്? ദി കാൻറ്റീൻ. പഠിക്കണം മക്കളെ. ദി കാൻറ്റീൻ എന്ന് പറഞ്ഞ തിയേറ്ററിൽ വെച്ച് നടന്ന സംഭവമാണ്. അയാളുടെ ജീവചരിത്രത്തിലെ ദി കാൻറ്റീൻ എന്നുള്ള ഒരു തിയേറ്ററുണ്ട്, അവിടെ വെച്ച് നടന്ന സംഭവമാണ് ഇവർക്ക് ദി കാൻറ്റീൻ. ചാർലി കോ വ അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി തീ. എവിടെ കൊണ്ടുപോകായിരുന്നു? തിയേറ്ററിൽ ഷോ നടക്കുകയാണ്. ഇവിടെ പണ്ട് നമ്മളിപ്പം ഉത്സവ പറമ്പിലെ സ്റ്റേജ്, മരത്തിൻ്റെ സ്റ്റേജ് കെട്ടിയ പോലെയല്ല, അവിടെ ഒരു നല്ല സ്റ്റേജ് ഉണ്ടാവും. തിയേറ്ററിൽ അതിന് മാത്രം, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള തിയേറ്റേഴ്സാണ്. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. എല്ലാ പ്രാവശ്യവും അമ്മ മകനെ കൂടെ കൊണ്ടുപോകായിരുന്നു. എല്ലാ പ്രാവശ്യവും അമ്മയ്ക്ക് ഒരുപാട് കയ്യടി കിട്ടിയിരുന്നു. ഈ പ്രാവശ്യവും ഈ ആൾക്കാർ ബഹളം വെക്കുമ്പോഴൊക്കെ ഈ തമാശ ആര് കണ്ടിരുന്നു? ചാർലി കാണുമായിരുന്നു. എവിടെ നിന്ന്? പർദേ കെ പീച്ചേ ഖട, കേട്ടിൻ്റെ പുറകിൽ നിന്ന് അവൻ ഈ തമാശകൾ കാണുന്നുണ്ടായിരുന്നു. ഏതാ മക്കളെ അവിടുത്തെ തിയേറ്ററിൻ്റെ പേര്? ദി കാൻറ്റീൻ. അപ്പോൾ മാ और मैनेजर में बहस होते देख वह वहाँ गया. മാ और മാനേജർ മേ, അപ്പം മാനേജറാണ് ഫിക്സ് ചെയ്യുന്നത് ഇവരെ. ഇന്ന ഒരാൾ പാടും എന്നൊക്കെ ഫിക്സ് ചെയ്യുന്ന ആൾ. അയാളും മാനേജറും തമ്മിൽ ബഹസ് ഹോ ഗയാ. അങ്ങോട്ടേ അപ്പോൾ അമ്മ പറയും, ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാം, എൻ്റെ തൊണ്ടയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി നോക്കട്ടെ. അപ്പോൾ ഇയാൾ പറയും ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാവും. ബഹസ് ഹോത്തേ ദേക്ക് വ വഹാ ഗയാ. അവൻ എല്ലാം അങ്ങോട്ടേക്ക് പോയി. നാച്ചുറലാണത് അല്ലേ. നന്നായി പാടുന്ന അമ്മയ്ക്ക് പാടാണ്ടായപ്പോൾ നാച്ചുറലി മാനേജർ എന്ത് സഹിക്കും? അവർ ഇല്ല, അമ്മേനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ അമ്മയുടെ വേദനയും ദുഃഖവും മനസ്സിലാക്കിയ മകൻ കേട്ടിൻ്റെ പുറകിൽ നിന്ന് അവരുടെ അടുത്തേക്ക് വന്നു. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था. മാനേജർ അപ്പോൾ ആലോചിച്ചു, ഇവനെ ഞാൻ പല തമാശകളും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പോൾ അയാൾക്ക് പകരം, ഇവർക്ക് പകരം ഒരു ആളെ പെട്ടെന്ന് വേണം. ഉടനെ നമ്മളിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം സാധാരണഗതിയിൽ വലിയ വലിയ ഷോസിലൊന്നും ഉണ്ടാവാറില്ല. റിയാസലും അതൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. മാനേജറിനെ മാനേജർ ചാർലിയെ മാക്കെ കുച്ച് ദോസ്തോ കെ സാമനെ, അമ്മയുടെ കുറച്ച് സ്നേഹിതരുടെ മുമ്പിൽ അഭിനയ് കർത്തേ ദേഖാ ഥാ, പലപ്പോഴായി അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. വ ഉസേ സ്റ്റേജ് പർ ഭേജനേക്ക് ജിദ്ദ് കർണയിലേക്ക്, അപ്പോൾ ഉടനെ പറഞ്ഞ് നിങ്ങൾ കയ്യിലേക്ക് വേണ്ട, മോനെ ഇങ്ങോട്ട് വിടുന്നു. अब उसे സ്റ്റേജ് पर भेजने की ജിദ്ദ് करने लगा, നിർബന്ധം പിടിക്കാൻ തുടങ്ങി. നിങ്ങൾ പാടണ്ട, മോനെ അയക്കാൻ പറഞ്ഞു. മാ ഡർ ഗയി, അമ്മ പേടിച്ചു. കാരണം 5 साल का बच्चा इस उग्र भीड़ को झेल पाएंगे. 5 വയസ്സുള്ള കുട്ടിയാണ് അന്ന് ചാർലി അമ്മയുടെ കൂടെ തിയേറ്ററിൽ, ദി കാൻറ്റീൻ എന്ന തിയേറ്ററിൽ അമ്മയുടെ പ്രോഗ്രാമിന് കാണാൻ വേണ്ടി പോയതാണ്, എല്ലാ പ്രാവശ്യം പോണത് പോലെ. പക്ഷേ കേട്ടിൻ്റെ പുറകിൽ നിന്ന് കണ്ടപ്പോൾ, ഇവിടുത്തെ ബഹളം കണ്ടപ്പോൾ അവന് മനസ്സിലായി, അമ്മ കൈ വിട്ടുപോയി കാര്യങ്ങൾ. മാനേജറും അമ്മയും തമ്മിലുള്ള ബഹളവും അവൻ കണ്ടു. ആ സമയത്ത് മാനേജറുടെ മനസ്സിൽ ഓൺ ദി സ്പോട്ട് വരുന്ന ചിന്താഗതിയാണ്, ഇവനെ എന്തുകൊണ്ട് എനിക്ക് സ്റ്റേജിൽ കയറ്റിക്കൂടാ. അങ്ങനെ മാ ഡർ ഗയി, ഇത് കേട്ടപ്പോൾ അമ്മക്ക് ഭയങ്കര പേടി തോന്നി. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി ഇസ് ഉഗ്ര ഭീഡുക്കോ, വലിയൊരു ഓഡിയൻസ് ആണ്. ഇവിടെ വനിതയുടെ ഒക്കെ സ്റ്റേജിൽ അല്ലെ, അമ്മ അവരൊക്കെ സ്റ്റേജിൽ കണ്ടില്ല, ഓഡിയൻസ്. ഇസ് ഉഗ്ര ഭീഡ്ക്കോ ജയിൽ പാന, സഹിക്കാൻ പറ്റുമോ? ക്യാൻ ഹി മാനേജ്, അവന് മാനേജ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഇതാണ്. ഐ റീഡ് വൺസ് അഗൈൻ. चार्ली को वो अक्सर अपने साथ थिएटर ले जाती थी. അവിടെ ഒരു ക്വസ്റ്റ്യൻ, थिएटर का नाम क्या था? दी कैंटीन. वह माँ किसको अपने साथ ले जाती थी? चार्ली को. उस दिन भी पर्दा के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. ആ ദിവസവും അവനത് കണ്ടു. माँ और मैनेजर में बहस हो रहा था. बहस मीन्स അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെറുതെ ജസ്റ്റിഫിക്കേഷന് വേണ്ടി തർക്കിക്കുക. മാനേജറിനെ ചാർലിക്കോ എന്താണ്, മാക്കെ കുച്ച് ദോസ്തോക്ക് സാമനെ അഭിനയ കർത്തേ ദേഖാത്ത. അപ്പം മാനേജർക്ക് ഓർമ്മ വന്നു, ഇവനെ അങ്ങോട്ട് കയറ്റിയാലോ. ഉസേ സ്റ്റേജ് പർ ഭേജനേക്ക് ജിദ്ദ് കർണേ ലഗാ. കോൺ? മാനേജർ. അവിടെ വഹിന് പകരം വരുന്നത് മാനേജർ. उसे मीन्स ചാപ്ലിൻ को സ്റ്റേജ് पर भेजने की जिद करने लगा. അവിടെ അയക്കാൻ തീരുമാനിച്ചു. മാ ഡർ ഗയി, എന്താണ്, 5 साल का बच्चा इस उग्र भीड़ को झेल पाएगी. ഇവിടെ ഈ പാസേജിലാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്. മാ और മാനേജർ के बीच क्या बहस हुई, അതിനൊരു വാർത്താലാപം ചോദിക്കും. അമ്മയുടെയും മാനേജറുടെയും ബീച്ചിൽ തമ്മിൽ നടന്ന വാഗ്വാദം, അതൊരു കോൺവെർസേഷൻ ആയിട്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. അതിന് നമുക്ക് ഈ പാസേജ് തരുകയും ചെയ്യും. ഇതെന്നെ തരിക, ചാർലിക്കോ, ആ പാസേജ് മാർക്ക് ചെയ്യുക. ചാർലിക്കോ അക്സർ അപ്പിനെ ശിഷ്യ മുതൽ ജയിൽ പായക വരെ തന്നിട്ട് അതിൽ നമ്മളോട് എന്ത് പറയും? ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എപ്പോഴും 2 പേര് വരണം അല്ലേ. എന്താ, ആദ്യം ആരാണ്? ചാർലിക്ക് മാ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും അല്ലേ. ആദ്യം പറയാറാ ചാർലിക്ക് മാ മേ ഗാ നഹി സക്തി എന്ന് പറയും അല്ലേ. അപ്പോൾ മാനേജർ എന്ത് ചോദിക്കും? കോശിഷ് കരോ, ശ്രമിക്കൂ എന്ന് പറയും. അപ്പം മാം ഭീഡ് ചില്ലാ രഹി ഹേ, ഭയങ്കര ബഹളം, അബ് ക്യാ കരൂ. അപ്പോൾ തൂ സ്റ്റേജ് സെ ഹട്ട് ജാ, നീ സ്റ്റേജിൽ നിന്ന് പോ. ഫിർ അപ്പം എന്ത് ചെയ്യുന്നു? മാ ചോദിക്കും ഫിർ ക്യാ കരേങ്കെ, അപ്പം എന്ത് പറയും? ചാർലിക്കോ സ്റ്റേജ് മേലാവും. അങ്ങനെ ഒരു 5 കോൺവെർസേഷൻ നമ്മൾ എഴുതണം. അത് പോസിബിൾ ക്വസ്റ്റ്യനും കൂടിയാണ്. മനസ്സിലായില്ല, അവർ തമ്മിലുള്ള ഡയലോഗ്സ്. ദെൻ കം ടു ദ നെക്സ്റ്റ് ലെസൺ. ആ ഭാഗം കഴിഞ്ഞു, ഇനി അടുത്ത ഭാഗം. बहुत मुबाहिसा के बाद वह अंततः चार्ली को സ്റ്റേജ് पर ले गए. അങ്ങനെ ബഹുത് മുബാഹിസ എന്ന് വെച്ചാൽ വാദപ്രതിവാദത്തിന് ശേഷം അമ്മ സമ്മതിക്കോ? എന്തുകൊണ്ടാണ് അമ്മ സമ്മതിക്കാത്തത്? മാ ഡർ ഗയി ക്യോ? ബച്ചാ 5 साल का था, वह इतने उग्र भीड़ का सामना कैसे करेगा. എങ്ങനെയാണ് അമ്മ ഇത്ര വലിയൊരു സദസ്സിനെ അവൻ അഭിമുഖീകരിക്കുക, അങ്ങനെ നേരിടുമെന്ന് വിചാരിച്ചു. കാരണം 5 വയസ്സ് മാത്രമേ ഉള്ളൂ പയ്യന് അല്ലേ. അതുകൊണ്ടാണ് അമ്മ പേടിച്ചത്. അപ്പോൾ അമ്മ ആ ഭാഗം ശ്രദ്ധിക്കുക. ബഹുത് മുബാഹിസ വാഗ്വാദങ്ങൾ, വാക്ക് തർക്കങ്ങൾക്ക് ശേഷം അന്തതഃ ചാർലിക്കോ സ്റ്റേജ് പർ ലേ ഗയാ. അവസാനം ചാർലിയെ എന്ത് ചെയ്തു? സ്റ്റേജിൽ കൊണ്ടുവന്ന് और बचाव के कुछ शब्द कह उसे अकेला छोड़ाया. എന്താ ചെയ്തമ്മ? കുറേ പറഞ്ഞ് നീ പേടിക്കണ്ട, എന്താണെന്ന് വെച്ചാൽ പാടിക്കോ, വേറൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ്
ഉസേ അഖേല ചോട, അവിടെ കൊണ്ടുപോയി നിർത്തി എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് അയാൾ രക്ഷപ്പെട്ടു, അവനവിടെ ഒറ്റയ്ക്ക് ആയി. बहुत मुबाहिसा के बाद वह अंततः चार्ली को സ്റ്റേജ് पर ले गया और बचा. മാനേജർ അവനെ കൂട്ടിക്കൊണ്ടത് അവിടെ നിർത്തി, മൈക്കിൻ്റെ മുന്നിൽ നിർത്തി. പറഞ്ഞു മോൻ പേടിക്കേണ്ട, മോൻ അവിടെ അമ്മയുടെ മുന്നിൽ നിന്ന് പണ്ട് ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ അല്ലെങ്കിൽ പാടിക്കുമോ എന്ന് പറഞ്ഞു. കുട്ടിയല്ലേ, അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അവർ ബച്ചാവ് മീൻസ് രക്ഷപ്പെടാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഉസേ അഖേല ചോടായ, അവിടെ ഒറ്റയ്ക്ക് വിട്ടു വന്നു. धुएं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया. धुएं के उड़ते हुए छल्लों के बीच എന്താ, മണ്ണ് ആൾക്കാർ ബഹളം വെക്കാണ്, മണ്ണ് പൊടി അങ്ങനെ പാറുകയാണ്, ആൾക്കാർ വെറുതെ ഇരുന്ന് ബഹളം വെക്കല്ല, കസാര എടുക്കുന്നു, അടിക്കുന്നു, ബഹളം വെക്കുന്നു. അപ്പോൾ ദുവയ്ക്ക് ഉടുത്തേ ഹുയെ ചല്ലും, നിറഞ്ഞ സദസ്സ്, ഭയങ്കര ബഹളം വെക്കുന്നത്, പൊടി പൂരം നിറഞ്ഞ അങ്കണം, അങ്ങനെ തന്നെ വേണം പറയാൻ. അങ്കണത്തിൽ എന്ത് ചാർലിനെ മഷൂർ, ചാർലി ഏറ്റവും പ്രശസ്തമായ ഒരു പാട്ടാണ് ജാക്ക് ജോൺസ്. ആ പാട്ടങ്ങോട്ട് പാടി. ഇപ്പം നമുക്ക് അബ്ബ അങ്ങനെ നമ്മൾ അല്ലേ, അങ്ങനെ പലരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിലുള്ള ഇയാൾ പഠിച്ചിട്ടുള്ളൊരു പാട്ട് ജാക്ക് ജോൺസിൻ്റെ പാട്ട് ജോൺ ഗാന शुरू किया, ആ പാട്ടാണ് അങ്ങോട്ട് പാടി. कुछ देर तक ഓർക്കസ്ട്ര वाले उसकी आवाज़ में उस गाने की धुन तलाश रहे. അപ്പോൾ അമ്മയായിട്ട് നല്ല താതാത്മ്യം പ്രാപിച്ച, അമ്മയായിട്ട് നല്ല കോർഡിനേഷനുള്ള ഓർക്കസ്ട്രക്കാരാണ് ഇരിക്കുന്നത്. മകനുമായിട്ട് ഇതുവരെ റിഹേഴ്സൽ ചെയ്യുകയോ, ഇപ്പോൾ നമ്മൾ സി സ്കെയിലിൽ പാടണം, അല്ലെങ്കിൽ ബി സ്കെയിലിൽ പാടണം, ഡി സ്കെയിലിൽ പാടണം, ഹമ്മിങ് എന്ന സ്കെയിലിൽ വേണം എന്നൊന്നും ഡിസ്കഷൻ ഇല്ലായിരുന്നു. കുച്ച് നേരത്തെ, കുറച്ച് നേരത്തേക്ക് ഓർക്കസ്ട്ര വാലെ, ഓർക്കസ്ട്ര നടത്തുന്നവർ ഉസ്കി ആവാസ് മേ ഉസ് ഗാനേക്ക് തുൻ, അവൻ്റെ വോയിസിൽ അതിൻ്റെ ട്യൂൺ ശരിയാക്കണം, ധുൻ ടോണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈണം തലാശത്തെ രഹെ, അന്വേഷിച്ചു കൊണ്ടേത്. കുറച്ച് നേരം അവർക്ക് കിട്ടിയില്ല ഏത് സ്കെയിലിലാണ് ഇവൻ പാടുന്നതെന്ന്. അവർ വ ജൈസെ ഹിമിൽ, അങ്ങനെ പെട്ടെന്ന് അവർക്ക് കിട്ടി. ഗാന സജ്നേ ലഗ, ഗാന സജ്നേ ലഗ എന്ന് വെച്ചാൽ പാട്ട് ഗംഭീരമായി. അതായത് നമ്മുടെ ഓർക്കസ്ട്ര ഇറ്റ് ഹാസ് ടു ബി സപ്പോർട്ടഡ്. നമ്മളൊരാൾ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കരോക്കെ വെക്കുമ്പോൾ ആ കരോക്കെയും നമ്മൾ തമ്മിലുള്ള സ്കെയില് ഒരുപോലെ ആണെങ്കിൽ മാത്രമേ ആ പാട്ട് നന്നാവുള്ളൂ. അതുപോലെ മകൻ പാടാൻ വന്നപ്പോൾ ഓർക്കസ്ട്രക്കാർക്ക് ഏത് സ്കെയിലാണെന്നോ ആ ഈണം എന്താണെന്നോ പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്ത് ചെയ്തു, അത് കണ്ടുകിട്ടി. ഗാന സജ്നേ ലഗ, അത് ഭയങ്കര ക്രമീകരിക്കപ്പെട്ടു, പാട്ട് ക്രമീകരിക്കപ്പെട്ടു എന്നാണ്. ഗാന സജ്നേ ലഗ, നിറഞ്ഞ സദസ്സിൽ അത് ഭയങ്കരമായിട്ട് ജയിച്ചു. മനസ്സിലായോ? ഗാന സജ്നേ ലഗ, സജ്ന മീൻസ് ഇവിടെ അർത്ഥം ക്രമീ, അവിടെ ശ്രദ്ധിക്കാം മക്കളെ. ഗാന സജ്നേ ലഗ, ഗാന എന്നുള്ളത് പാട്ട്, പാട്ട് എന്നുള്ളത് പുല്ലിംഗം, അതുകൊണ്ടാണ് ഗാന സജ്നേ ലഗ. അതും ലഗിൻ്റെ ക്രിയയിൽ ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇനി ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ഒന്നാമത്തത്, സ്റ്റേജ് पर चार्ली को स्टेज पर ले गया क्यों? എന്തിനാണ് ചാർലിയെ സ്റ്റേജിൽ കൊണ്ടുപോയത്? അമ്മ പാടിയ പാട്ട് ശരിയാണ്ടായപ്പോൾ ഇൻസ്റ്റഡ് അമ്മയ്ക്ക് പകരമാണ് ആരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്? ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. भीड़ के सामने 5 साल का बच्चा था चार्ली, उसको उस उग्र भीड़ के सामने कौन ले, मैनेजर ने ले आया क्योंकि गाना गाने के लिए. माँ को स्टेज से हड़प किया गया, उसके स्थान पर गाने के लिए और किसको, चार्ली को ले गया और बचाव के कुछ उसे अकेला छोड़ाया. ഇത്രയും ഭാഗം കഴിഞ്ഞിട്ട് ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ബഹുത് മുബാഹിസ മുതൽ അക്കേല ചോട് ആയ അവിടം വരെ വെക്കുക. അതിനെ കൊണ്ട് ചിലപ്പം ചോദിക്കാം ഡയറി എഴുതാൻ. ഡയറി എഴുതാൻ ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ഡയറിയിൽ എന്തായിരിക്കും അവൻ പറയും, ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റൂല എന്ന് എഴുതിയിട്ട് 2 അമ്മയ്ക്ക് വന്നിട്ടുള്ള അമ്മയുടെ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക. അഭദ്ര ഷോറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങോട്ട് അതേപോലെ എഴുതുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എഴുതുക. ഓക്കെ മക്കളെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് ചെയ്യാം.